ഗൈസ് ഇന്ന് നമ്മളെ ഒരു ഹോസ്പിറ്റൽ വരെ പോവുകയാണ്. അപ്പോഴും വ്ളോഗ് എടുത്തുകൊണ്ടാണെന്ന് കരുതണ്ട. ഇത് നമ്മൾ വേറൊന്നിനല്ല, നമുക്ക് ജോബിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഓരോ ഹോസ്പിറ്റലിൽ പോവുകയാണല്ലോ, അങ്ങനെ എടുത്തൊരു വ്ളോഗാണ് കേട്ടോ. നമ്മൾ ഏത് ഹോസ്പിറ്റലിലേക്കാണ് പോകണമെന്ന് അറിഞ്ഞില്ല അല്ലേ? മാലാറമ്പ് MES ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ എന്തേ ഞാൻ ടൗൺ വരെ എന്തായാലും ഓട്ടോറിക്ഷയിൽ വന്നിട്ടുണ്ട്. തെങ്കരുന്ന് ഏട്ടന്മാരെ കണ്ടായിരുന്നു. അപ്പോൾ അവരെന്തായാലും ടൗണിലേക്ക് പോവുക, കയറിക്കോ പറഞ്ഞ് അങ്ങനെ എന്തേ ഞാൻ അവരൊപ്പം കയറി ടൗണിൽ വന്നിറങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നമുക്ക് പെരിന്തൽമണ്ണ ബസ് കയറിയാൽ മതിയല്ലോ പറഞ്ഞിട്ട് അങ്ങനെ കുറേ നേരം കാത്തു നിന്നു കേട്ടോ ടൗണിൽ. ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ബസ് കാണാതെ. ഇപ്പോൾ ഒരു ബസ് നിർത്താതെ പോവുകയും ചെയ്തു. ഇനി നമ്മൾ ടൈമിൽ എത്തില്ലേ എന്നുള്ളതിൽ എന്തായാലും നമ്മൾ കൃത്യ ടൈമിൽ തന്നെ പെരിന്തൽമണ്ണ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ബസ് കിട്ടാൻ ലേറ്റായി പറഞ്ഞിട്ട് എത്തിയത് ഞാനാണ് കേട്ടോ ഫസ്റ്റ്. ബാക്കി 3 പേരും ഞാൻ എത്തി കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സാന്ദ്ര വന്നു, പിന്നെ അതിൻ്റെ പിന്നാലെ ഫിദ വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ 3 ആളും സ്റ്റാൻഡിൽ നിന്ന് ആ ബസ് വരുന്ന റൂട്ടിൽ പോയി ഇരിക്കാൻ തുടങ്ങി കേട്ടോ. ജിഷ്മേനെ കാത്തുനിന്നിട്ട് ജിഷ്മേനെ കാണാനല്ല, പിന്നെ നമ്മൾ എവിടെയെങ്കിലൊക്കെ ഇരിക്കുക പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ വഴിയിൽ പോയിട്ടാണ് ഇരിക്കുന്നത്. നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ജിഷ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സമയമൊന്നും കളഞ്ഞില്ല, നേരെ വളാഞ്ചേരി ബസ് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാലയും ചോരമൊക്കെ കയറി നമ്മൾ MES എത്തിയിട്ടുണ്ട്. നല്ല നട്ടപ്പൊരു വെയിലത്താണ് എന്തായാലും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ മുടിയൊക്കെ വേഗം പിടിച്ച് കെട്ടിച്ച് നമ്മളൊരു ഇൻ്റർവ്യൂവിനാണല്ലോ പോകുന്നത്, അപ്പം അതിൻ്റേതായിട്ടുള്ളതിൽ പോകണമല്ലോ. ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇതിൻ്റെ മുന്നേ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും എനിക്ക് ഓർമ്മ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അത് നല്ല നീറ്റായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. 4 ആൾ എന്തായാലും എന്തിനാണ് വന്നതെന്നൊക്കെ മറന്ന് അത് കണ്ടവിടെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മളവിടെ എൻക്വയറിയിൽ പോയി നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് HR ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ കാണാൻ വേണ്ടി പോയി നമ്മുടെ സംഭവങ്ങളൊക്കെ സെറ്റായി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അവർ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു ഹോപ്പ് വെച്ചിട്ടാണ് നമ്മൾ തിരിച്ച് പോന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താവുന്നൊക്കെ ഇനി വഴി അറിയാം. നമ്മൾ വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതേ തിരിച്ചു പോവുകയാണ്. പിന്നെ അവിടെ നിന്നൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് പോന്നു. ഇനി ഫുഡ് കഴിക്കാമെന്നുള്ളൊരു മൂഡിലാണ് എല്ലാവരും. 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ തിരിച്ചിറങ്ങിയപ്പോഴേക്ക്. പിന്നെ ഞങ്ങൾ നേരെ പെരിന്തൽമണ്ണ സ്റ്റാൻഡിൽ വന്നിട്ട് നമ്മളിതേ മജ്ലിസിൽ കയറിയിട്ട് മന്തി കഴിക്കാമെന്നായിരുന്നു പ്ലാൻ. അങ്ങനെ മജ്ലിസിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അവിടുത്തെ മന്തി പറയണ്ടല്ലോ, അടിപൊളിയാണല്ലോ. അങ്ങനെ ഞങ്ങൾ 4 ആളും നോർമൽ അൽഫാം മന്തി തന്നെ കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതേമാതിരി ഫുഡ് കഴിക്കാൻ പോവുക, ഇന്ന സ്ഥലത്ത് പോകാമെന്നൊക്കെ പറഞ്ഞ് കുറേ പ്ലാനൊക്കെ ഇടും. പക്ഷേ ഇതുവരെയായിട്ടും ഒന്നും നടന്നിട്ടില്ല. ആകെ നടക്കാറ് ഈ ഹോസ്പിറ്റലിലേക്ക് ഇൻ്റർവ്യൂവിന് വരുമ്പോഴും അതുപോലെ തന്നെ CV കൊടുക്കാൻ വരുമ്പോഴൊക്കെ തന്നെയാണ് ഇങ്ങനെയല്ലേ കറക്കമൊക്കെ നടക്കാറ്. ഫുഡ് കഴിഞ്ഞ് വാഷ് ചെയ്യാൻ പോയി നമ്മളാണ് കേട്ടോ. പിന്നെ മിറർ കണ്ടാൽ നമ്മൾ വെറുതെ വിടില്ലല്ലോ. അങ്ങനെ ഞാനും ഫിദിയും അതിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ നേരെ സ്റ്റാൻഡിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇനി വേറെ പരിപാടികളൊന്നും ഇല്ല, തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോഴാണ് നമ്മുടെ സ്റ്റാൻഡിൽ ഉപ്പിലിട്ടൊരു കട ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് ഉപ്പിലിട്ട ഐറ്റംസൊക്കെ വാങ്ങിട്ടോ. പൈനാപ്പിൾ, അരിനെല്ലിക്ക, മാങ്ങ, അതുപോലെയൊക്കെ. അതുപോലെ അവിടെ കോൺ ഉപ്പിലിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.